ഇന്ന് നമ്മളിവിടെ എനിക്ക് അവതരിപ്പിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം ശരി എന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ദൈവം ഉണ്ടോ, ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെളിവ്? എന്താണ്? നമ്മളുണ്ട് എന്നുള്ളതാണ്. തെളിവൊന്നുമില്ല. ഒറ്റക്കുണ്ടാവില്ല എന്നുള്ള ഭൂമി. ഓക്കെ, ഞാനിന്നിവിടെ ഖുർആനിക് ആർഗ്യുമെൻ്റാണ് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. ഖുർആനിലെ 52-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ അള്ളാഹു ചില ഓപ്ഷൻസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, അം ഖുലിഖു മിൻ ഗൈരി ഷൈ, നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നാണോ ഉണ്ടായത്? ഒരു കാരണവുമില്ലാതെയാണോ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത്. പേരെന്തായിരുന്നു? നിജാഷൂടെ പറഞ്ഞതുപോലെ നമ്മളുണ്ട് എങ്കിൽ നമ്മളുണ്ടാവാൻ ഈ 4 ഓപ്ഷൻസാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ഒരു കാരണവുമില്ലാതെ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ഓപ്ഷൻ എന്തുകൊണ്ടാണ് ശരിയാവാത്തത് എന്നുള്ളത് അടുത്ത സ്ലൈഡ് ഉള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കണ്ടീജൻറ്റും നെസസറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കണ്ടീജൻ്റ് എന്ന് പറഞ്ഞാൽ അത് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുക എന്നത് സാധ്യമാണ്, അല്ലെങ്കിൽ അത് മറ്റൊരു രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുക എന്നത് പോസിബിളാണ്. നെസസറി എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ അത് എക്സിസ്റ്റ് ചെയ്യുക എന്നത് ഇമ്പോസിബിളാണ്, അത് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുക എന്നതും ഇമ്പോസിബിളാണ്. അത് എക്സിസ്റ്റ് ചെയ്യൽ നെസസറിയാണ് എന്ന് സാരം. ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ പ്രിൻസിപ്പിൾ വരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് സഫീഷ്യൻറ്റ് റീസൺ എന്ന് പറയും, PSR. എവറി കണ്ടീജൻറ്റ് തിങ് ഹാസ് ആൻ എക്സ്പ്ലനേഷൻ. കണ്ടീജൻ്റ് ആയ എല്ലാ കാര്യങ്ങൾക്കും ഒരു എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളത്. എന്തുകൊണ്ടാണ് നെസസറി ആയ ഒരു കാര്യത്തിന് എക്സ്പ്ലനേഷൻ വേണ്ടാത്തത്? അത് നെസസറി ആയ കാര്യം അത് എക്സിസ്റ്റ് ചെയ്യാൻ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അത് എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പോൾ 4 സൈഡുള്ള ഒരു പോളിഗൺ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ 3 സൈഡുള്ള ഒരു പോളിഗൺ എന്തുകൊണ്ടാണ് ട്രയാങ്കിൾ ആകുന്നതെന്ന് ചോദിക്കുന്നത് പോലെയാണ് നെസസറി ആയൊരു കാര്യം എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത്. അത് എക്സിസ്റ്റ് ചെയ്യാതിരിക്കൽ ഇമ്പോസിബിളാണ്. എന്നാൽ കണ്ടീജൻ്റ് ആയൊരു കാര്യം എക്സിസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യണം എന്ന ചോദ്യം പ്രസക്തമാണ്. ഇപ്പം ഇതിന് 2 എവിഡൻസുകളാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, സെൽഫ് എവിഡൻ്റ് ആണ് എന്നുള്ളതാണ്. അതിപ്പം നമ്മൾ അവിടെ നിന്നൊരു ശബ്ദം കേട്ടാൽ നമ്മളതൊരു കാരണമില്ലാതെ ഉണ്ടായി എന്നല്ല നമ്മൾ വിശ്വസിക്കുക. നമ്മളെല്ലാവരും കരുതുക അതിനൊരു കാരണം ഉണ്ടാവും എന്നാണ്, അല്ലേ? ഓക്കെ. രണ്ടാമത്തെ എവിഡൻസ് എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ് ഫ്രം കെയോസ് ആണ്. ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലും ഉണ്ടാകാമെങ്കിൽ എന്തുകൊണ്ട് ഒരു കാരണവുമില്ലാതെ ഇവിടെ പെട്ടെന്നൊരു ചെയർ പ്രത്യക്ഷപ്പെടുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്നൊരു പാർട്ടിക്കിൾ പ്രത്യക്ഷപ്പെടുന്നില്ല? ഓക്കെ, നമുക്ക് പറയാം നമ്മുടെ സയൻറ്റിഫിക് ലോസ് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ നിങ്ങൾ PSR അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ ആ സയൻറ്റിഫിക് ലോസും മാറാൻ പറ്റും. അപ്പോൾ പിന്നെ PSR അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് റീസൺ പറഞ്ഞാലും ഈ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ പുതിയ ചെയറുകളും പുതിയ കാറുകളും പുതിയ വസ്തുക്കളും ഉണ്ടാവാത്തത്, അതേപോലെ അത് ഔട്ട് ഓഫ് എക്സിസ്റ്റൻസിലേക്ക് പോകാത്തതും ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. എന്ത് കാരണം നിങ്ങൾ പറഞ്ഞാലും ആ കാരണം മാറാം. കാരണം ഒരു കാര്യമില്ലാതെ എന്തും സംഭവിക്കാമെങ്കിൽ നിങ്ങളിവിടെ കെയോട്ടിക് ആയിട്ടുള്ളൊരു വേൾഡ് ആയിരിക്കും കാണാം. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ കണ്ടീജൻ്റ് ആയ എല്ലാ കാര്യങ്ങൾക്കും ഒരു എക്സ്പ്ലനേഷൻ വേണമെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഖുർആൻ്റെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? ഒന്നില്ലായ്മയിൽ നിന്ന് ഒരു കാരണവുമില്ലാതെ ഒരു കാര്യം ഉണ്ടാവുക എന്നത് സാധ്യമല്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓർ ദേ വേർ ക്രിയേറ്റേഴ്സ് ഓഫ് ദംസെൽസ്, അവർ സ്വയം ഉണ്ടായതാണോ എന്നുള്ളത്. ഇത് ഏറ്റവും അബ്സേർഡ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇത് ഒട്ടുമിക്ക ആളുകളെല്ലാം, ഈവൻ ഏത്തിസ്റ്റുകൾ പോലും അംഗീകരിക്കാത്തൊരു ഓപ്ഷനാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു ബോക്സിനകത്ത് ഒരു കീ ഇടുകയാണ്, എന്നിട്ട് ആ ബോക്സ് ലോക്ക് ചെയ്യുകയാണ്. ആ കീ എടുക്കണമെങ്കിൽ നിങ്ങൾ ആ ബോക്സ് തുറക്കണം. പക്ഷെ ആ ബോക്സ് തുറക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം അതിൽ നിന്ന് കീ എടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതിൽ നിന്ന് കീ പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം കീ പുറത്തേക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ബോക്സ് തുറക്കണം. ബോക്സ് തുറക്കണമെങ്കിൽ ആ കീട്ട് തന്നെ തുറക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ സൃഷ്ടിക്കണമെങ്കിൽ അതിനു മുമ്പ് നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മളുണ്ടാവണമെങ്കിൽ അതിനു മുമ്പ് നമ്മളെ സൃഷ്ടിക്കണം. അതായത് നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ സൃഷ്ടിക്കണം. അത് ഇമ്പോസിബിൾ ആണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട ഒന്നിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്
സൃഷ്ടിക്കപ്പെട്ട മറ്റെന്തോ ആണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. അങ്ങനെയുള്ള ഒരു ഫൈനൈറ്റ് ചെയിൻ, നിങ്ങൾ ഒരാൾ സൃഷ്ടിച്ചു, അയാൾ വേറൊരാൾ സൃഷ്ടിച്ചു, അയാൾ വേറൊരാൾ സൃഷ്ടിച്ചു, അങ്ങനെ ഒരു ഫൈനൈറ്റ് ചെയിനിൽ അവസാനം എത്തി നിൽക്കും. ആ അവസാനം എത്തി നിൽക്കുന്നത് ഒരു കണ്ടീജൻ്റ് ആണോ നെസസറി ആണോ? അത് കണ്ടീജൻ്റ് ആണ് എങ്കിൽ PSR പ്രകാരം അതിനൊരു കോസ് വേണ്ടി വരും, അതിനൊരു കാരണം വേണ്ടി വരും. പക്ഷേ അവസാനം ഉള്ളതിന് പിന്നെ ഒരു കാരണം ഉണ്ടാവില്ലല്ലോ. കാരണം അതുകൊണ്ടാണല്ലോ അത് ചെയിൻ്റെ അവസാനമായത്, എക്സ്പ്ലനേഷൻ ചെയിൻ്റെ അവസാനമായത് അതിനൊരു കാരണം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവസാനമുള്ളതിന് പിന്നെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അത് കണ്ടീജൻ്റ് ആണെങ്കിൽ പക്ഷേ അതിനൊരു അവസാനം വേണം. കാരണം PSR പ്രകാരം കണ്ടീജൻ്റായ എല്ലാത്തിനും അവസാനം വേണം. അതുകൊണ്ട് തന്നെ അവസാനമുള്ളത് ഒരിക്കലും എന്താൻ പറ്റില്ല, കണ്ടീജൻ്റ് ആവാൻ പറ്റില്ല, അത് നെസസറി ആയിരിക്കണം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ചെയിൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ്, അതായത് നിങ്ങൾക്കൊരു കോഴ്സ്, അതിനൊരു കോഴ്സ്, അങ്ങനെ ഒരു കോഴ്സ്, അങ്ങനെ ഇൻഫിനിറ്റ് റിഗ്രസിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇവിടെ ഇൻഫിനിറ്റ് റിഗ്രസിലേക്ക് പോയാലും എന്തുകൊണ്ടാണ് ആ ഇൻഫിനിറ്റ് ചെയിൻ ഉണ്ടായത് എന്നതിന് നമുക്ക് എക്സ്പ്ലനേഷൻ കിട്ടില്ല. ഉദാഹരണത്തിന് ഒരു എറ്റേണൽ ബീയിങ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഇൻഫിനിറ്റ് വിസ്താരമുള്ള ഒരു ഫ്ലോർ ഉണ്ടെന്ന് വിചാരിക്കാം. അവിടെ ഒരാൾ ഒരു ടൈല്, അയാൾ ആ ടൈലിൻ്റെ കളർ വൈറ്റ് ആണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് അതിന് മുമ്പുള്ള ടൈലിൻ്റെ കളർ നോക്കിയിട്ടാണ്. അതിന് മുമ്പുള്ള ടൈലിൻ്റെ കളർ വൈറ്റ് ആണെന്ന് അയാൾ ഡിസൈഡ് ചെയ്യുന്നത് അതിന് മുമ്പുള്ള ടൈലിൻ്റെ കളർ നോക്കിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ഇപ്പം ഈ ടൈല് എന്തുകൊണ്ടാണ് അയാൾ വൈറ്റ് ആക്കിയെന്ന് വെച്ചാൽ അതിന് മുമ്പ് അയാൾ പാകിയ ടൈല് വൈറ്റ് ആയതുകൊണ്ടാണ്. അതെന്തുകൊണ്ട് വൈറ്റ് ആയെന്ന് വെച്ചാൽ അതിന് മുമ്പുള്ള ടൈല് വൈറ്റ് ആയതുകൊണ്ടാണ്. അതെന്തുകൊണ്ട് വൈറ്റ് ആയെന്ന് വെച്ചാൽ അതിന് മുമ്പുള്ള ടൈൽ, അങ്ങനെ ഇൻഫിനിറ്റിലേക്ക് പോകും. അങ്ങനെ ഓരോ ടൈലും വൈറ്റ് ആയതിന് നമുക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷേ ആ ഫ്ലോർ എന്തുകൊണ്ട് വൈറ്റ് ആയി എന്നതിന് നമുക്ക് എക്സ്പ്ലനേഷൻ ഇല്ലാതെ വരും. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റ് റിഗ്രസിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാലും ആ ഇൻഫിനിറ്റ് റിഗ്രസിൻ്റെ ആ ചെയിനിന് എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇൻഫിനിറ്റ് റിഗ്രസ് എക്സ്പ്ലനേഷനും വർക്കാവില്ല. പിന്നുള്ള ഒരേ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരു നെസസറി ബീയിങ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നതാണ്. ഇനി ആ നെസസറി ബീയിങ് എന്തുകൊണ്ടൊരു മൈൻഡ് ആവണം? ഇതിൻ്റെ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ ആർഗ്യുമെൻറ്റ് ഫ്രം കെയോസ് തന്നെയാണ്. ആ ഇൻഫിനിറ്റ് ബീയിങ് ഒരു മൈൻഡ്ലെസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് വളരെ റാൻഡം ആയിട്ടായിരിക്കും ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും സൃഷ്ടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ കയോട്ടിക് ആയ ഒരു വേൾഡ് തന്നെയായിരിക്കും കാണുക. മറിച്ച് പ്ലാൻ ചെയ്ത് ഓർഡറുള്ള ഒരു വേൾഡ് ഉണ്ടാവണമെങ്കിൽ അതൊരു ആ നെസസറി ബീയിങ് ഒരു മൈൻഡായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഗോഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾ സമർത്ഥിച്ചു. ഇനി അടുത്തത് ഇസ്ലാം ട്രൂ ആണ് എന്നാണ് നമ്മൾ സമർത്ഥിക്കുന്നത്. ഇതിന് ഒന്നാമത്തെ തെളിവ് ഇന്നിമിറ്റബിലിറ്റി ഓഫ് ദ ഖുർആനാണ്. അത് ഖുർആനിൻ്റെ ചലഞ്ചാണ്. എന്താണ്, ഇതിന് തത്തുല്യമായതൊന്നും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത്. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഇതിന് തുല്യമായതൊന്ന് നിങ്ങൾ മുന്നോട്ട് വെക്കുക എന്നുള്ളത്. ഇതിന് പൊതുവെ 2 വിമർശനങ്ങളാണ് വരാനുള്ളത്. ഒന്ന്, അറബി അറിയാത്ത ആളുകൾക്ക് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ ഏതൊരു വിഷയത്തിലും നമ്മൾ എന്ത് ചെയ്യുക, നമുക്കറിയാത്തൊരു വിഷയമാണെങ്കിൽ നമ്മൾ അറിയുന്ന എക്സ്പേർട്സിനോട് ചോദിക്കും. ഈ വിഷയത്തിൽ നോൺ മുസ്ലിംസും മുസ്ലിംസുമായിട്ടുള്ള എല്ലാ എക്സ്പേർട്സും ഖുർആൻ ഇന്നമിറ്റബിൾ ആണ് എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ആൾമോസ്റ്റ് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അഫ്കോഴ്സ് ഇസ്ലാമോഫോബ്സ് അംഗീകരിക്കില്ല. രണ്ടാമത്തത് ഇതൊരു സബ്ജക്റ്റീവായിട്ടുള്ള ക്രൈറ്റീരിയ ആണ് എന്നുള്ളതാണ്. അതും ശരിയല്ല. ഇതിന് വ്യക്തമായ ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഏതൊക്കെ രീതിയിലുള്ള ലിറ്റററി സ്റ്റൈൽസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ക്രൈറ്റീരിയാസും ഇതിനുണ്ട്. പിന്നുള്ളത് ഇൻഫാലിബിലിറ്റി ഓഫ് ദ ഖുർആൻ ആണ്. ഖുർആനിൽ അബദ്ധങ്ങളില്ല എന്നുള്ളത്. പിന്നുള്ളത് സിമെട്രിക്കൽ കമ്പോസിഷൻ ഓഫ് ഖുർആൻ. ഇത് റൈമൻ ഫെറൻ ആണ്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് സ്ട്രക്ചർ ആൻഡ് ഖുറാനിക് ഇൻ്റർപ്രിറ്റേഷൻ, എ സ്റ്റഡി ഓഫ് സിമെട്രി ആൻഡ് കോഹറൻസ് ഇൻ ഇസ്ലാം ഹോളി ടെക്സ്റ്റ്. ഇതിൽ ഈ പുസ്തകം ഞാൻ റീഡ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇതിൽ അദ്ദേഹം വളരെ കൃത്യമായി ഖുർആനിൻ്റെ റിംഗ് കോമ്പോസിഷനും അതേപോലെ ഈ പാറ്റേണും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഈ പുസ്തകം എഴുതിയ ആൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ബേസിസിൽ, ഈ സ്ട്രക്ചറൽ കോമ്പോസിഷൻ്റെ അടിസ്ഥാനത്തിൽ. അടുത്തത് കോഹറൻറ്റ് ആൻഡ് സിമ്പിൾ തിയോളജി ദാറ്റ് അലൈൻസ് പെർഫെക്റ്റ്ലി വിത്ത് ഫിത്ര. നമ്മൾ ഏത് കൾച്ചർ എടുത്ത് നോക്കിയാലും ഏത് സമൂഹം എടുത്ത് നോക്കിയാലും നമ്മുടെ ഫിത്രയുമായി യോജിക്കുന്നത് ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ഇൻസ്റ്റിൽഡ് ആയിട്ടുള്ളതാണ്. ട്രിനിറ്റിയെ പോലെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആർക്കും മനസ്സിലാവാത്ത മിസ്ട്രിക്കലായിട്ടുള്ള വിശ്വാസമല്ല നമ്മളുടേത്. വളരെ സിമ്പിളായിട്ട് ഉള്ള വിശ്വാസമാണ് നമ്മുടേത്. ന്യൂമറസ് പ്രൊഫസീസ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകുന്ന ഒരു പ്രൊഫസി ആയിരിക്കും റോമിൻ്റെ പ്രൊഫസി എന്ന് പറയുന്നത്. 30-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും റോം പെർഷ്യയാൽ ഡിഫീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചുരുങ്ങിയ വർഷം കൊണ്ട് റോം തിരിച്ച് പെർഷ്യയെ ഡിഫീറ്റ് ചെയ്യും എന്നുള്ളത്.
ഇത് പൊതുവെ ഒരു 50% ചാൻസ് ആണ് എന്നാണ് നമ്മൾ പലരും വിചാരിക്കുന്നത്. പക്ഷെ ഇത് കമ്പയർ ചെയ്യുന്നത് ഒരു ഫുട്ബോൾ ഗെയിം പോലെയാണ്. ഇപ്പം ബ്രസീലും അർജൻറ്റീനയും തമ്മിലൊരു മാച്ച് നടക്കുകയാണ്. ഇതിൽ അവസാനത്തെ 10 മിനിറ്റ് ആയപ്പോൾ അർജൻറ്റീന 9 ഗോൾ അടിക്കുകയും ബ്രസീൽ ഒരു ഗോളും അടിക്കാതിരിക്കുകയും ചെയ്യാണ്. വേറൊരാൾ ആ സമയത്ത് ഒരാൾ പ്രെഡിക്റ്റ് ചെയ്യാണ് കളി അവസാനിക്കുന്നതിന് മുമ്പ് ബ്രസീൽ ആ കളി ജയിക്കും. അതായത് 9 ഗോൾ ആണെങ്കിൽ അത് ജയിക്കാൻ 10 ഗോൾ അടിക്കണം. 10 ഗോൾ അടിച്ച് 10 മിനിറ്റ് കൊണ്ട് ജയിക്കും എന്ന് പറയുന്നത് എത്രത്തോളം അസാധ്യമാണോ അത്രത്തോളം അസാധ്യമാണ് റോമിൻ്റെ പ്രവചനം. രണ്ടാമത് ഞാൻ മുന്നോട്ട് വെക്കുന്നത് സഹീ മുസ്ലിം 2902 ഹദീസിൽ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയാൻ കഴിയും, ലോകാവസാനം സംഭവിക്കുകയില്ല, ഭൂമിയിൽ നിന്ന് തീ വരികയും അത് ബുസ്രയിലുള്ള ഒട്ടകങ്ങളുടെ കഴുത്ത് പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നത് വരെ എന്നുള്ളത്. ഓക്കെ, 1256 AD ഇത് സംഭവിച്ചിട്ടുള്ളതാണ്, ഈ ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബുസ്രയും ഹിജാസും തമ്മിലുള്ള ഡിസ്റ്റൻസ് മനസ്സിലാക്കണം. 100 കിലോമീറ്ററിലധികം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അത് അതേപോലെ ഹദീസ് പറയുന്നത് ഭൂമിയിൽ നിന്നാണ് ഈ പറയുന്ന തീ വരുന്നത്, വെളിച്ചം വരുന്നത് എന്നാണ്. വോൾക്കാനിക് ലാവയിൽ നിന്നാണ് ഈ പറയുന്ന ഫയർ ഉണ്ടാകുന്നത്. അതേപോലെ 100 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബുസ്രയിലേക്ക് വരെ ഇതിൻ്റെ പ്രകാശം എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് 600 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രവചനം പുലരുന്നത്. ബീം പ്രൊഫസൈസ്ഡ് ഇൻ ദ പ്രീവിയസ് സ്ക്രിപ്ചേഴ്സ്. ഓക്കെ, നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഐസയ 42, ഡിട്രോണമി 18, 17, 19, ഡിട്രോണമി 33:2, ഐസയ 29, ഐസയ 21, ഹെബ്ക്യൂക്ക് 3:3, ന്യൂ ടെസ്റ്റ്മെൻറ്റ് ജോൺ 16:1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഇതിന് കുറേ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടി വരും. ഇതിൻ്റെ ജിയോഗ്രഫിയും അതേപോലെ ഹിസ്റ്ററിയും ഒക്കെ വിശദീകരിക്കേണ്ടി വരും. പിന്നെ ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോറൽ എക്സലൻസ് ആണ്, അദ്ദേഹത്തിൻ്റെ മോറൽ ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മോറൽ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായ ഒന്നാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം ഗോത്രീയത വാണു നിന്നിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം അറബിക് അനറബിയേക്കാൾ യാതൊരു പ്രാധാന്യമില്ല, കറുത്തവന് വെളുത്തവനേക്കാൾ യാതൊരു പ്രാധാന്യമില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സന്ദേശം തന്നെ ആദ്യ കാലഘട്ടത്തിൽ ആളുകൾ അംഗീകരിക്കാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ഇത്തരം അന്നത്തെ സമൂഹത്തിനോട് യോജിക്കാത്ത എന്നാൽ ഇത്തരം ഉയർന്ന മോറൽ എക്സലൻസ് ആണ്. അടുത്തത് പ്രാഗ്മാറ്റിക് ലോസ്. ഒരു നിയമം ഉണ്ടാക്കാൻ ഒരുപാട് പ്രയാസമുണ്ട്. ഒരുപാട് ആളുകൾ കൂടിച്ചേർന്ന് നിന്ന് ഒരു നിയമം ഉണ്ടാക്കുന്നത്, പിന്നീട് അത് അബദ്ധമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നീട് കാലത്തിനനുസരിച്ച് അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമം, അദ്ദേഹം കൊണ്ടുവന്ന നിയമം, അത് വഹിയുടെ അടിസ്ഥാനത്തിലാണ് എന്നതുകൊണ്ട് തന്നെ അത് പൂർണ്ണവും സമ്പൂർണ്ണമാണ്. അതും നിരക്ഷരനായ ഒരു വ്യക്തി ഒരു നിയമം ഉണ്ടാക്കുകയും അത് പൂർണ്ണമായി യാതൊരു അപ്ഡേറ്റും ആവശ്യമില്ലാത്ത രീതിയിൽ പെർഫെക്റ്റായി ഇന്നും ആ നിയമങ്ങളാണ് സമൂഹത്തിന് ഏറ്റവും നല്ലത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അടുത്തത് പെർഫെക്റ്റ് പ്രിസർവേഷൻ ഓഫ് റിലീജിയൻ. ഇത് നമ്മൾ മറ്റു മതങ്ങളുമായിട്ട് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ജീസസ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണോ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ബൈബിളിലുള്ളത് എന്നുള്ള കാര്യത്തിൽ ഹിസ്റ്റോറിയൻസിനിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എല്ലാവരും അംഗീകരിക്കുന്നില്ല. ക്രിസ്ത്യൻസ് മാത്രമാണ് അത് വാദിക്കുന്നത്. അതേപോലെ തന്നെ മോസസ് പഠിപ്പിച്ച കാര്യമാണോ തോറയിലുള്ളതെന്ന കാര്യം ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളും മാത്രമാണ് അത് അംഗീകരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ, ഖുർആൻ, പ്രത്യേകിച്ചും ഖുർആൻ, അവ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഇസ്ലാമിൻ്റെ കടുത്ത വിമർശകർക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. തീർച്ചയായും നമ്മൾ വിശ്വസിക്കുന്നത് പോലുള്ളൊരു പെർഫെക്റ്റ് പ്രിസർവേഷൻ അവർ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും ഇസ്ലാമിൻ്റെ ഓവറോൾ മെസ്സേജ് കൃത്യമായി സംരക്ഷിക്കപ്പെട്ടു എന്ന് അവരടക്കം സമ്മതിക്കുന്നുണ്ട്. ഓൾ അതർ റിലീജിയൻസ് ബീയിങ് ഇമ്പോസിബിൾ. മറ്റു മതങ്ങൾ തെറ്റാണ് എന്നതിൽ നിന്ന് ഇസ്ലാമാണ് ഒരേ ഒരു ഓപ്ഷൻ. ഇപ്പം നമ്മൾ MCQയിലൊക്കെ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ 3 തെറ്റാന്ന് മനസ്സിലാക്കാം, 4ാമത്തത് ശരിയാണെന്നൊക്കെ മനസ്സിലാവുന്നതുപോലെ നമുക്ക് ഇസ്ലാം ശരിയാണെന്ന് മനസ്സിലാക്കാം. അതിന് നമ്മൾ മുമ്പ് ഉപയോഗിച്ച പെർഫെക്റ്റ് പ്രിസർവേഷൻ ഓഫ് റിലീജിയൻ തന്നെ യൂസ് ചെയ്യാം. കാരണം റിലീജിയൻ ദൈവത്തിലുള്ളതാണെങ്കിൽ അത് പെർഫെക്റ്റ്ലി പ്രിസർവ്ഡ് ആയിരിക്കണം. അത് നമ്മളിലേക്കുള്ളതാണെങ്കിൽ നമുക്കത് അസസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ അസസ് ചെയ്യാൻ പറ്റാത്തതാണ് മറ്റു റിലീജിയൻസ് എങ്കിൽ ദ ഓൺലി ഓപ്ഷൻ അവൈലബിൾ ഇസ് ഇസ്ലാം. പ്രോഫിറ്റ്സ് വില്ലിംഗ്നെസ് ടു അണ്ടർഗോ സ്റ്റൈലോമെട്രിക് അനാലിസിസ് ഓഫ് ഖുർആൻ ആൻഡ് ഹദീസ്. സ്റ്റൈലോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു പ്രസംഗം ഇവിടെ നടത്തുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ചില വേർഡ് ചോയ്സുകൾ ഉണ്ടാവും. നിങ്ങളൊരു ലേഖനം എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ വേർഡ് ചോയ്സസ് ഉണ്ടാവും.
നിങ്ങൾ രണ്ട് ലേഖനങ്ങൾ എഴുതിയാൽ അത് രണ്ടും ഒരേ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അത് എഴുതിയത് ഒരേ ആളുകൾ തന്നെയാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും അവരുടെ വേർഡ് ചോയ്സസിൽ നിന്ന്. ഖുർആൻ വരുന്നത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ്, ഹദീസ് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. ഒരേ ടോപ്പിക്കിൽ ഇത് രണ്ടും ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ഉണ്ടാക്കിയതാണ് എങ്കിൽ ഇത് രണ്ടും പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരേപോലെയാണ് കാണേണ്ടത്. പക്ഷേ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഓതേഴ്സ് ഡിഫറൻ്റ് ആണ് എന്നാണ് സ്റ്റൈലോമെട്രിക് അനാലിസിസിലൂടെ കഴിയുന്നത്. രണ്ടിലും യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ചോയ്സസ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുണ്ട് എന്നും ജീവിച്ചിരുന്നു എന്നും അദ്ദേഹം ദൈവത്തിൽ നിന്നുള്ള ദൂതനാണെന്ന് അവകാശപ്പെട്ടിരുന്നെന്നും അദ്ദേഹത്തിന് ഖുർആൻ വഹിയായി ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതേപോലെ നമ്മൾ പറഞ്ഞു ഖുർആൻ പ്രിസർവ്ഡ് ആണെന്നുള്ള കാര്യവും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ആകുമ്പോൾ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ അദ്ദേഹത്തിന് വഹി ലഭിച്ചു എന്നുള്ളത് അദ്ദേഹം കളവ് പറഞ്ഞതാണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഓഡിറ്ററി ഹാലുസിനേഷൻസോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡിലൂഡഡ് ആയതാണ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ റെവലേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 ഓപ്ഷൻസേ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൽ അദ്ദേഹം നുണ പറഞ്ഞതുമല്ല, അദ്ദേഹത്തിന് ഹാലുസിനേഷൻ ഉണ്ടായതല്ല. ഇത് രണ്ടും നമ്മൾ സമർത്ഥിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് റെവലേഷൻ കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അദ്ദേഹം നുണ പറഞ്ഞതല്ല എന്നതിന് അദ്ദേഹം ചരിത്രപരമായി എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം 13 വർഷം മക്കയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ നുണ പറയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു റീസൺ വേണം. വെറുതെ തമാശക്കാരിൽ നുണ പറയില്ലല്ലോ. അപ്പോൾ നുണ പറയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വേണം. അദ്ദേഹത്തിന് 13 വർഷം പീഡിപ്പിക്കപ്പെട്ടു എന്നല്ലാതെ മറ്റൊരു മോട്ടിവേഷനും ഉണ്ടായിട്ടില്ല. 13 വർഷം അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ നുണ പറയാൻ അദ്ദേഹത്തിന് കാരണങ്ങൾ ഒന്നുമില്ല. പിന്നുള്ളത് അദ്ദേഹം ഡിലൂഡഡ് ആയി എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻ്റർടെക്സ്ച്വാലിറ്റി എന്ന് പറയുന്ന ഒരു എവിഡൻസ് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഫിറഔൻ്റെ എവിഡൻസുകൾ യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ ഉള്ള രാജാവ് എന്നാണ് ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ മൂസ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലുള്ള രാജാവിനെ ഫിറഔൻ എന്നാണ്. എന്നാൽ ബൈബിളിലേക്ക് നോക്കുമ്പോൾ മൂസ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലും അതേപോലെ യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലുള്ള രാജാവിനെ രണ്ടുപേരെയും ഫിറഔൻ എന്നാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. എന്നാൽ മോഡേൺ റൂൾസ് നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മോഡേൺ ഹിസ്റ്റോറിയൻസ് പറയുന്നത് എന്താണ്, യൂസഫ് നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ രാജാവിനെ ഫിറഔൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ബൈബിളിൽ നിന്നാണ് ഖുർആൻ കോപ്പി അടിച്ചത് എങ്കിൽ അങ്ങനെയുള്ള ഒരു ഡിലൂഷനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചതെങ്കിൽ സ്വാഭാവികമായും ഇത്ര അക്യുറേറ്റ് ആയിട്ട് ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യപ്പെടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡീലൂഡഡ് ആണ് എങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ബൈബിൾ വചനങ്ങൾ അത് ആക്ച്വൽ ആയിട്ടുള്ള ബൈബിളുമായിട്ട് യോജിക്കുന്നതുമാവില്ല. പിന്നെ അദ്ദേഹം ബൈബിൾ പഠിച്ചിട്ടാണ് അത് ചെയ്യുന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ നുണയനല്ല എന്നുള്ള ലെയറല്ല എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഡിലൂഡഡ് ആണ് എന്നുള്ള ഓപ്ഷനാണുള്ളത്. ഡിലൂഡഡ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഓഡിറ്ററി ഹാലുസിനേഷൻ ഉണ്ടാവണം. ഓഡിറ്ററി ഹാലുസിനേഷനിലൂടെ ഉണ്ടാകുന്ന സംഭവം യഥാർത്ഥത്തിൽ ബൈബിളിലുള്ള സംഭവം ഒന്നാവുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് ഡിലൂഡഡ് ആണെന്നുള്ള ഓപ്ഷനും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെയുള്ളത് അദ്ദേഹം റെവലേഷൻ കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.